കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ KSEB ബില്ലിൽ കുടിശ്ശിക വരുത്തിയത് 90 ലക്ഷത്തിലധികം രൂപ. കുടിശ്ശിക 1 കോടി രൂപയ്ക്ക് അടുത്തെത്തിയിട്ടും പണമടയ്ക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ല. ഇതോടെ വരും ദിവസങ്ങളിൽ ഫ്യൂസ് ഊരാനുള്ള തീരുമാനത്തിലാണ് KSEB. ഇതാണ് കാക്കനാട് സിവിൽ സ്റ്റേഷൻ. എറണാകുളം ജില്ലയുടെ ഭരണസിരാ കേന്ദ്രം. സുപ്രധാന സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഓഫീസുകൾ ഫുൾ ഓണാണ്. ഫാനുണ്ട്, ലൈറ്റുണ്ട്, ചിലയിടങ്ങളിൽ AC-യും ഉണ്ട്. പക്ഷേ വൈദ്യുതി ബില്ലടച്ചില്ലെങ്കിലോ KSEB ഫ്യൂസ് ഊരുമെന്നതിൽ സംശയമില്ല. കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 18 സർക്കാർ ഓഫീസുകളാണ് വൈദ്യുതി ബില്ലടയ്ക്കാതെ മുന്നോട്ട് പോകുന്നത്. ഒന്നും രണ്ടുമല്ല, 91,86,133 രൂപയാണ് കുടിശ്ശിക. 18-ാം തീയതിയായിരുന്നു വൈദ്യുതി ബില്ലടയ്ക്കേണ്ട അവസാന തീയതി. പക്ഷേ ബില്ലടച്ചില്ല. KSEB ഫ്യൂസ് ഊരാനെത്തി. ഫ്യൂസ് ഊരിയാൽ എല്ലാം കുളമാകുമെന്ന് അധികൃതർ പറഞ്ഞതോടെ അവസാന അവധി നൽകിയിരിക്കുകയാണ് KSEB. കാരണം കളക്ടറേറ്റിലെ 19ഓളം, ഞാൻ മനസ്സിലാക്കുന്നത് 19ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഇലക്ട്രിസിറ്റിയുടെ ബില്ലടക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ KSEB ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാം വലിയ ആശങ്കയിലാക്കുകയാണ്. കാരണം 18-ാം തീയതിക്ക് ശേഷം പണം തന്നില്ലെങ്കിൽ ഫ്യൂസ് ഊരുമെന്നാണ്. ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി KSEBക്ക് കൊടുക്കാത്ത പണത്തിന് അങ്ങനെ KSEB ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഭൂരിഭാഗം ഓഫീസുകളും പഴയ ബില്ലുകൾ അടയ്ക്കാതെ പുതിയ ബില്ലുകൾ അടച്ചു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതാണ് കുടിശ്ശിക വർദ്ധിക്കാനുള്ള കാരണം. കുടിശ്ശികയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകാനാണ് KSEBയുടെ തീരുമാനം. ഇവരെ കൂടാതെ ഇന്ത്യൻ കോഫി ഹൗസ്, കളക്ടറേറ്റ് ക്യാൻറ്റീൻ എന്നിവിടങ്ങളിലെ ബില്ലുകളും അടയ്ക്കാതെ കിടപ്പാണ്. സാധാരണക്കാരന്റെ വീട്ടിലെ 300 രൂപയുടെ വൈദ്യുതി ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയാൽ ഫ്യൂസ് ഊരുന്ന നാട്ടിലാണ് 90 ലക്ഷം രൂപയുടെ കുടിശ്ശിക കഥ. കൊച്ചിയിൽ നിന്നും രാഹുൽ സുദേവിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. കുടിശ്ശിക ഇങ്ങനെ എത്ര കൂടിയാലും സർക്കാർ ഓഫീസുകൾക്ക് വൈദ്യുതിയും വെള്ളവും മുടങ്ങുകയില്ല എന്ന വിശ്വാസം പൊതുവെയുണ്ട്. തുടർച്ചയായി ഓർമ്മപ്പെടുത്തിയിട്ടും കുടിശ്ശികയായ ബില്ലുകൾ തീർക്കാൻ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ലാത്തതും ഈ വിശ്വാസം കൊണ്ടാണ്. വീഴ്ച വരുത്തുന്ന സാധാരണക്കാരന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കാണിക്കുന്ന ഉത്സാഹം എന്താണ് സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിൽ ഇല്ലാത്തത് എന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. 18 സ്ഥാപനങ്ങളും KSEB അവധി കൊടുക്കുകയാണ്. പിന്നീട് കൊടുത്താൽ മതി എന്നൊരു കാരണം പറയുകയാണ്. ഞാൻ തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലറാണ്. എൻ്റെ വീട്ടിലൊരു ക്യാൻസർ രോഗി, എൻ്റെ ഡിവിഷനിലൊരു ക്യാൻസർ രോഗിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വെറും 1 മാസക്കാലം മാത്രം പണം അടക്കാത്തതുമില്ല. ആ വീട്ടിൽ ക്യാൻസർ, അത് ഭർത്താവില്ല, മരിച്ചുപോയി. അത് നിർധന കുടുംബം, ഒരു ഏറ്റവും ചെറിയ ഷെഡിൽ താമസിക്കുന്നു. അവരുടെ വരെ ഫീസ് ഊരിയ ഗവൺമെൻറ് KSEB എന്തുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഫീസ് ഊരുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാധാരണക്കാർ ഒരു ദിവസം അതിൻ്റെ KSEBയുടെ ബില്ലടക്കാൻ താമസിച്ചാൽ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോവുകയും ലൈൻ കട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ വരുന്ന തുകയാണ് കുടിശ്ശികയായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. KSEBക്ക് കുടിശ്ശികയുള്ളതിൽ കൂടുതൽ തൃക്കാക്കര നഗരസഭയിൽ ഇഷ്ടം പോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തൃക്കാക്കര നഗരസഭയ്ക്ക് കുടിശ്ശിക നികുതി ഇനത്തിൽ ഒരുപാട് ടാക്സ് പെൻഡിങ് വരുത്തിയിട്ടുണ്ട്. ഈ വാർത്ത നൽകിയതിന് പിന്നാലെ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം, വീടുകളിലാണെങ്കിൽ 1 മാസം ഇത്തരത്തിൽ ബില്ലടച്ചില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളതാണ്. അത് തന്നെയാണ് പൊതുജനങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ചോദ്യം.